ഹലോ കൂട്ടുകാരെ, രമ്യാസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നാടൻ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 വലിയ സവാളയും സ്വല്പം ചെറിയുള്ളിയും 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നമുക്ക് അതെല്ലാം അരിഞ്ഞ് ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി ഗ്യാസിലോട്ട് വെച്ച് അതിലോട്ട് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കി അത് ചിക്കനിലോട്ട് കൊട്ടിയ ശേഷം നമുക്ക് അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതേപോലെ ചൂടാക്കി നമുക്ക് ചിക്കനിലോട്ട് കൊട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ചിക്കനിലോട്ട് സ്വല്പം ചിക്കൻ മസാലയും ചേർത്തി അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വയ്ക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തി ചിക്കൻ വെക്കുമ്പോൾ നല്ലൊരു മണത്തിനായി നമ്മളൊരു മസാലക്കൂട്ട് ചേർക്കാറുണ്ടല്ലോ, ആ മസാലയും അതിലോട്ട് ചേർത്തി നമുക്ക് സ്വല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരു മൺചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം അതിലോട്ട് ചേർത്തി സ്വല്പം ഞാനിവിടെ ഉപ്പും ചേർത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളിയെല്ലാം നല്ലോണം വതങ്ങി വരുന്നതിനായിട്ട് ഉപ്പ് ചേർത്തിയാൽ നല്ലതാണ്. ഉപ്പെല്ലാം ചേർത്തി നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളിയും അതിലോട്ട് ചേർത്തി സ്വല്പം ചിക്കൻ മസാലയും ഞാൻ അതിലോട്ട് ചേർത്തുന്നുണ്ട് കേട്ടോ. അതെല്ലാം ചേർത്തി നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മളിവിടെ മസാല പിടിക്കാൻ വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം അതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി തക്കാളി മസാലയെല്ലാം എല്ലാ ഭാഗങ്ങളിലായും ചേരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ. എല്ലാം ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്വല്പം തേങ്ങ കഷ്ണങ്ങൾ മുറിച്ച് ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ആ തേങ്ങ കഷ്ണങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 10-20 മിനിറ്റോളം അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷമാണ് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത് കേട്ടോ. വെള്ളം ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം എല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കൻ അടച്ച് വെച്ച് നല്ലോണം അത് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം ഞാനിവിടെ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.